എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപൻ കൂട്ടപ്പന. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൊടുക്കാനുണ്ടായ സാഹചര്യം ഈ കഴിഞ്ഞ ജൂൺ 15-ാം തീയതി, അതായത് ഞായറാഴ്ച, മലയാളത്തിലെ മൺമറഞ്ഞു പോയ സിനിമാ നടൻ സത്യൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു. അന്ന് സത്യനെ അനുസ്മരിച്ച ചടങ്ങിൽ വച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ സതീഷ് സത്യൻ ഒരഭിപ്രായം പറയുകയുണ്ടായി. സത്യൻ എന്ന അനശ്വര നടനെ വികലമായി അനുകരിക്കുന്നത് നിർത്തണം എന്നുള്ള ഒരു അപേക്ഷയായിരുന്നു അത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള പല അനുകരണങ്ങളിലും അദ്ദേഹം പറഞ്ഞത് ബോധ്യമായിട്ടുള്ള കാര്യവുമാണ്. മിമിക്രി എന്നാൽ അനുകരണമാണ്. അനുകരണം എന്നത് ഒരു കലയുമാണ്. അനുകരണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരാളിൻ്റെ ചേഷ്ടകൾ അല്ലെങ്കിൽ സംഭാഷണ രീതികൾ ഒക്കെ അനുകരിക്കുക, അത് നേരാമണ്ണം അവതരിപ്പിച്ച് അവർ ചെയ്യുന്നത് പോലെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് അനുകരിക്കുന്നു എന്ന് പറയുന്നത്. ഒരാളിനെ അനുകരിച്ച് മറ്റൊരാൾ നടക്കുന്നു എന്നൊക്കെ പറയും പോലെ. അപ്പോൾ ഇവിടെ സത്യൻ്റെ മകൻ, ബഹുമാന്യനായ സത്യൻ്റെ മകൻ, ഈ അനുകരിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനെ വികലമാക്കുന്നവരോട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അഭിനയത്തെ അല്ലെങ്കിൽ പ്രകടനത്തെ വികലമാക്കുന്നവരോട് ഒരു വെല്ലുവിളി കൂടെ നടത്തിയിട്ടുണ്ട്. അതാണ് ഏറെ ശ്രദ്ധേയം. അദ്ദേഹം അഭിനയിച്ച, ബഹുമാന്യനായ സത്യൻ അഭിനയിച്ച ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു രംഗം, ഏതെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു രംഗം അതുപോലെ അഭിനയിച്ച് കാണിക്കാമെങ്കിൽ, സംഭാഷണങ്ങൾ അതുപോലെ പ്രസൻറ്റ് ചെയ്ത് അതുപോലെ അഭിനയിച്ച് കാണിക്കാമെങ്കിൽ അദ്ദേഹം 1 പവൻ സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു പ്രകടനം നടത്തുവാനായി അദ്ദേഹം തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സൗകര്യമൊരുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. വലിയ മഹത്തരമായ ഒരു കാര്യമാണത്. അപ്പോൾ ഈ വെല്ലുവിളി ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാനതിന് തയ്യാറാണ് എന്ന് പറയാൻ ഏതെങ്കിലും അനുകരണ വിദഗ്ധന്മാർ അല്ലെങ്കിൽ മിമിക്രി കലാകാരന്മാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് തയ്യാറാകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. കുറേ വർഷങ്ങളായി, 2000-ന് ശേഷം മലയാളത്തിൻ്റെ മൺമറഞ്ഞു പോയ മറ്റൊരു നടനായ ശ്രീ ജയനെ അനുകരിച്ചുകൊണ്ട്, അതും ഇതുപോലെ വികലമായി അനുകരിച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വന്നിരുന്നു. അവർ അനുകരിക്കുന്നത് ഒരു ഓല കിട്ടിയിരുന്നെങ്കിൽ വലിച്ചു കയറാമായിരുന്നു എന്നൊക്കെയുള്ള ഒരു സംഭാഷണ രീതിയാണ്. ജയൻ മരിച്ചുപോയതിന് ശേഷം റിലീസ് ചെയ്ത അറിയപ്പെടാത്ത രഹസ്യം, കോളിളക്കം, ആക്രമണം എന്നീ സിനിമകളിൽ ജയനു വേണ്ടി ശബ്ദം കൊടുത്ത മിമിക്രി കലാകാരൻ, അത് പിൽക്കാലത്തറിഞ്ഞത് ആലപ്പി അഷ്റഫ് എന്ന കലാകാരനാണെന്നാണ്. ആ സംഭാഷണം, അന്ന് വലിച്ചു നീട്ടിയുള്ള ജയൻ്റെ സംഭാഷണമൊന്നും വ്യക്തമായി കിട്ടാതിരുന്ന ഒരു കാലത്ത്, ജയൻ്റെ ശബ്ദമൊന്നും വ്യക്തമായി കിട്ടാതിരുന്ന കാലത്ത് അത്തരം ഒരാളിനെ തേടിപ്പിടിച്ച് ആ സിനിമകൾ പുറത്തിറക്കുവാൻ വേണ്ടി ചെയ്ത സംഭാഷണമാണത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന പോരായ്മകൾ, അതായിരുന്നു ജയൻ്റെ സംഭാഷണമെന്നും ജയൻ്റെ സംഭാഷണ ശൈലിയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മിമിക്രി കലാകാരന്മാരൊക്കെ വികലമായിട്ട് അതിനെ മാത്രം എടുത്തു വച്ചുകൊണ്ട് അനുകരിക്കാൻ തുടങ്ങി. ശരപഞ്ചരത്തിലോ അങ്ങാടിയിലോ മീനിലോ കരിമ്പനയിലോ അവനോ അതോ അവളോ തച്ചോളിയമ്പൂ തുടങ്ങിയ സിനിമകളിലോ ഒന്നും ജയൻ അവതരിപ്പിച്ച സംഭാഷണങ്ങളെ ഒന്നും തന്നെ ഈ മിമിക്രിക്കാരന്മാർ എടുത്ത് അവതരിപ്പിച്ചിട്ടില്ല. അവർ അവതരിപ്പിച്ചത് ഈ കോളിളക്കത്തിലും ആക്രമണത്തിലും അറിയപ്പെടാത്ത രഹസ്യത്തിലും ജയന് വേണ്ടി ശബ്ദം നൽകിയ
ആ കലാകാരന്മാരുടെ ശബ്ദത്തെയാണ്. അതല്ല യഥാർത്ഥത്തിൽ ജയൻ്റെ ശബ്ദവും ജയൻ്റെ സംഭാഷണ രീതിയും അതല്ല. അന്ന് ജയൻ്റെ ആ സംഭാഷണത്തിലേക്ക് ചെന്നെത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഭാഷണ രീതികളായിരുന്നു ആ മിമിക്രി കലാകാരന്മാർ. അതിനെയാണ് പിൽക്കാലത്ത് ഈ മിമിക്രി കലാകാരന്മാർ വലിയ സംഭവമായി എടുത്തവതരിപ്പിച്ച് ഞങ്ങൾ ജയനെ അനുകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പ് പോകാനാകത്തില്ല. അതിൻ്റെ ജയൻ അവതരിപ്പിക്കുന്നതിൻ്റെ 7 അയൽവക്കത്ത് പോലും ഇതൊന്നും എത്തുന്നില്ല. അങ്ങനെയൊന്നും എത്താൻ ഇവർക്കാർക്കും കഴിയുകയുമില്ല. അത് ശക്തമായി തന്നെ ഇവിടെ പറഞ്ഞു പോവുകയാണ്. അത് ഇക്കാര്യം ഇവിടെ സത്യൻ മാഷിൻ്റെ കാര്യം പറഞ്ഞു പോയപ്പോൾ അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരോട് എനിക്കും പറയാനുള്ളത്, ഈ സത്യൻ മാഷിൻ്റെ മകനായ സതീഷ് സത്യൻ്റെ ഈ വെല്ലുവിളി, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സൗകര്യമൊരുക്കിത്തരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ ചിലവെല്ലാം വഹിച്ചുകൊള്ളാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ സത്യൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമയിലെ രംഗം, സത്യൻ്റേതായ രംഗം അതുപോലെ അനുകരിച്ച് കാണിക്കാമെങ്കിൽ അദ്ദേഹം 1 പവൻ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തയ്യാറായ ഏതെങ്കിലും മിമിക്രി കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിന് തയ്യാർ എന്ന് പറഞ്ഞ് അതിനെ അഭിനയിച്ചു കാണിക്കാൻ ഒന്ന് തയ്യാറാകണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ, ഒരു കലാകാരനും അതിനുള്ള ആംബിയർ ഇല്ല എങ്കിൽ, ദയവായി ഈ സത്യൻ മാഷിനെയും ജയനെയും ഒക്കെ അനുകരിച്ച് വികലമാക്കി നടക്കുന്ന ആ രീതി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ വയറ്റുപിഴപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓരോരുത്തർ വയറ്റുപിഴപ്പിന് വേണ്ടി ഓരോ തൊഴിൽ ചെയ്യുന്നുണ്ട്. തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിത്യവും നോക്കിയാൽ പത്രത്തിലൊക്കെ നോക്കിയാൽ എന്നും തട്ടിപ്പിൻ്റെ കഥകളാണ് പറയാനുള്ളത്. നല്ല പൈസകളൊക്കെ കിട്ടുന്ന കാലമാണ് തട്ടിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് വയറ്റുപിഴപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിലും കുറേ ആളുകളുടെ മനസ്സിലെങ്കിലും നല്ല രീതിയിൽ സ്മരണകളായി നിൽക്കുന്ന ആളുകളെയൊക്കെ വെറും വൃത്തികെട്ടവന്മാരും തറകളും കോമാളികളും കൊമേഡിയന്മാരുമായി അവതരിപ്പിക്കുന്ന ഈ രീതി നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ വയറ്റപ്പഴപ്പിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വികലമല്ലാതെ മാന്യമായി അനുകരിച്ച് നല്ല രീതിയിൽ അനുകരിക്കണം. അത്രയേ ഉള്ളൂ. ഇടക്കാലത്ത് പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന രീതിയെ വിമർശിച്ചുകൊണ്ട് കുറേ ചാനലുകളിലൊക്കെ വിരോധാഭാസമായിട്ട് രംഗങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാരെയും നടികളെയും വരെ വികൃതമായും വികലമായും അനുകരിച്ചുകൊണ്ട് ഏതോ ചാനലുകളിലൊക്കെ ഇടയ്ക്ക് അതിൻ്റെ സംഭാഷണങ്ങളൊക്കെ വരികയും രംഗങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഫ്ലോറിൽ നിന്നുകൊണ്ട് ജഡ്ജസിൻ്റെ മുന്നിൽ മാത്രം അവതരിപ്പിച്ചുകൊണ്ട്, ജഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും ചിരിക്കുന്നവരാണ്, ഈ ലോകത്തെ 140 കോടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അവർക്കാർക്കും ചിരി വരാത്ത കോമഡി കണ്ടാലും, കോമഡി എന്ന് പറയുന്ന സാധനം കണ്ടാലും ഈ ജഡ്ജസൊക്കെ ആഞ്ഞും അറഞ്ഞും തലകുത്തി മറിഞ്ഞും ചിരിക്കും. കാരണം എന്താ? അവർക്കിതിനോട് പ്രതിബദ്ധത തോന്നുന്നത് എന്തുകൊണ്ടാണ്? പ്രതിബദ്ധത തോന്നുന്നത് പ്രതിഫലമുള്ളതുകൊണ്ട്. അവർ പ്രതിഫലത്തിനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചിരിച്ച് കാണിച്ചാലേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നും ആവർത്തിച്ച് പറയുന്നതാണ്, ഈ ഇന്ത്യ മഹാരാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും കണ്ടാൽ ചിരി വരാത്തത് കാണുമ്പോൾ, വികലമായ കോമഡി കാണുമ്പോൾ, കോമഡി എന്ന് പറയുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ജഡ്ജസിന് ചിരി വരും. ഭയങ്കര ചിരിയാണ്. ജഡ്ജസൊക്കെ ചിരിക്കുന്ന സംഭാഷണം ക്ലോസപ്പ് ഷോട്ടൊക്കെ ക്ലോസപ്പിൽ കാണിക്കാൻ വേണ്ടി ക്യാമറ ചെല്ലുമ്പോഴാണ് തലതല്ലിച്ചിരിക്കുന്നത് ചില മഹാന്മാരും മഹതികളുമൊക്കെ. അപ്പോൾ അത്തരം സംഭവങ്ങളിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ച് കുറേയൊക്കെ അവനവൻ്റെ മൊബൈലിലും അവനവൻ്റെ ടി വിയിലും ഇത് കാണുന്നത് കൊണ്ടാണ് ഇതിനെയൊക്കെ എടുത്ത് ആരും എറിഞ്ഞുടയ്ക്കാത്തത്. അതുകൊണ്ട് ഈ വികലമായ അനുകരണം കലയാണെന്ന് തെറ്റിദ്ധരിച്ചും അത് ജീവിതമാർഗമാക്കിയും കൊണ്ടു നടക്കുന്ന മിമിക്രി കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സതീഷ് സത്യൻ സാറിൻ്റെ ഈ വെല്ലുവിളി നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. അദ്ദേഹം അതിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സൗകര്യം ചെയ്തു തരും. അത് മനോഹരമാണ് എന്ന് തെളിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ 1 പവൻ സമ്മാനമായി നൽകുകയും ചെയ്യും. അത് ഏറ്റെടുക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ അനുകരണ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.